ചമുക്ക് സാറേ ഇതല്ല അപ്പുറത്ത് ഇതാണ്. ആ ഓക്കെ സാറേ ആ നാലാമത്തെ പേജ്. കേട്ടാ സാർ ഇതെന്താ സംഭവം? എന്താണ് ഉമ്മാരുടെ പേരിലെ കേസ്? മോഷണ കേസാണ് സാറേ. ഇന്നലെ രാത്രി 90 മുതലായിട്ട് പൊക്കിയതാണ്. അതിന്റെ പാതി അവർ തന്നെ തിന്നു. ഒരു നാനേ നല്ല തടിയുണ്ടല്ലോടാ, വല്ല പണിയെടുത്ത് ചോദിച്ചൂടെ? ഞങ്ങക്ക് പണിക്ക് പോകാൻ കഴിയില്ല സാറേ. അതെന്താ? പറയട്ടെ. ഇവൻ്റെ 2 കിഡ്നിയും പോയതാണ് സാറേ. എൻ്റെ ഒരു കിഡ്നി എടുത്തിട്ടാണ് ഞാൻ ഇവന് കൊടുത്തത്. അതെ സാറേ, അതുകൊണ്ട് ഭാരപ്പെട്ട ഒരു പണിക്കും പോകാൻ ഞങ്ങൾക്ക് കഴിയില്ല സാറേ. ഞങ്ങളുടെ അവസ്ഥ സാറ് മനസ്സിലാക്കണം. സാറേ, ഇത് ഇവന്മാരുടെ സ്ഥിരം നമ്പറാണ് സാറേ. ഇവന്മാർ നമ്മുടെ പോലീസിന്റെ മോഷണ ലിസ്റ്റിൽ സ്ഥിരമുള്ളവരാ. എന്തായാലും കഷ്ടപ്പെട്ട് ഇത്ര തിന്നതല്ലേ, ബാക്കിയും കൂടി തിന്നിട്ട് പയ്യെ പോയാൽ മതി. ആനയെ മാനക്കാരൻ. സാറേ ആ വാടോ. സാറേ ഞാൻ വിനീത്. ആ ഫസ്റ്റ് പോസ്റ്റിംഗ് ഈ സ്റ്റേഷനാണ്. പിന്നെ ഇതെൻ്റെ ഹോം സ്റ്റേഷൻ കൂടിയാണ്. ആ കൊള്ളാലോ. ആദ്യത്തെ ഡ്യൂട്ടി തന്നെ സ്വന്തം നാട്ടിൽ. അത്യാവശ്യം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തനിക്കറിയാം. ഒരുവിധപ്പെട്ട എല്ലാ കാര്യങ്ങളും എനിക്കറിയാം സാർ. ആ പ്രത്യേകിച്ച് തലവേദന കേസിലൊന്നും വരാറില്ല. ഇടയ്ക്ക് വല്ല കളവ് കേസ്, വാഴയ്ക്ക മോഷണം, അതിർത്തി തർക്കം, കൂടോത്രം, വല്ലപ്പോഴും ഒരു പിടിച്ചു പറയും, അങ്ങനെ ചെറിയ കേസുകളൊക്കെ ഉള്ളു. പിന്നെ ഈയിടെയായിട്ട് വീടുകൾ കേന്ദ്രീകരിച്ച് ചെറിയ മോഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അമ്മാരാണെ പിടുത്തം കിട്ടിയിട്ടില്ല. ഫോൺ എടുക്കണോ? ആ സാർ ഒരു മിനിറ്റ്. ഹലോ, എപ്പോ? വിലപിടിപ്പുള്ള എന്തെങ്കിലും നഷ്ടമായിട്ടുണ്ടോ? ഒരു കാര്യം ചെയ്യും, ആ മുറിയൊക്കെ പൂട്ടിയിട്ടേക്ക്. ഞങ്ങളിപ്പോൾ തന്നെ വരാം. ശരി. എന്താടോ? സാറേ ഞാൻ പറഞ്ഞില്ലേ ആ വീട് കയറിയുള്ള മോഷണത്തെക്കുറിച്ച്. ആ അവരടുത്ത വീട്ടിലും കയറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ വരെ ഒന്ന് പോയിട്ടില്ല സാറേ. എന്തായാലും ഞാനും വരാം. കാരണം ഇന്ന് വന്ന ദിവസമല്ലേ. ബാ എനിക്ക് എന്താടോ പേര്? ഡേവിഡ്. ഇതൊക്കെ നിങ്ങളുടെ സ്ഥലമാണോ? അതെ സാറേ. വാ വാടോ. ആ അത് ആ വീട്ടിൽ വേറെ ആളായിപ്പോയി. അത് ഞാൻ വേറെ ശരിയാക്കി തരാം. ശരി ശരി. എന്തോക്കി അകത്ത് തുറക്കടാ. ആ വേഗം ഇറക്കാൻ നോക്ക് ചെങ്ങായി. ഇറക്കൻ്റെ ആശാനെ. ഓ ഡേയ്, എന്ത് കാണിച്ചോണ്ടിരിക്കണേന്ന്? ചൊറഞ്ഞോണ്ടി കണ്ട് പെട്ടെന്ന് എടുക്കടാ.
അതെന്തോ നാട്ടുകാരുടെ ഇത്ര സൂത്രല്ലെന്ന് തോന്നുന്നു. അല്ല ഇത്രയും വലിയ സംഭവം നടന്നിട്ട് ആരും അറിഞ്ഞില്ല എന്ന് പറഞ്ഞ. സാറ് പറഞ്ഞത് ശരിയാ. അവര് നാട്ടുകാരോട്ട് അത്ര വലിയ സുഖത്തിലല്ലെന്നാണ് തോന്നണേ. പിന്നെ 4 മാസമായിട്ട് മൊത്തം അടഞ്ഞു കിടക്കായിരുന്നു. എന്തായാലും താൻ വണ്ടി എടുക്ക്, ബാക്കി പോയിട്ടല്ലേ. എന്തായാലും വന്ന ശേഷം കൊള്ളാം. മോഷണ കേസും കൊലക്കേസും. കൊലക്കേസ്? എടാ വാഴക്കൊലക്കേസ്. തനിക്കിത് കണ്ടിട്ട് എന്താ തോന്നണത്? സാറേ ഇത് ഏതെങ്കിലും പാണ്ടികളായിരിക്കും സാറേ. അതെന്താ അത്ര ഉറപ്പ്? സാറേ ഈ കമ്പി വിളയ്ക്കുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നിസ്സാര കാര്യമൊന്നുമല്ല. ചെറിയൊരു ശബ്ദം കിട്ടി കഴിഞ്ഞാൽ അപ്പം പിടിക്കപ്പെടും. മലയാളികൾ അതുകൊണ്ട് ചെയ്യില്ല സാറേ. ഇത് കേട്ടിട്ട് താൻ ഭയങ്കര എക്സ്പീരിയൻസ് ആണെന്ന് തോന്നണ അതിൻ്റെ അകത്ത്. ജോലി ഇതായി പോയില്ല സാറേ. കണ്ടിട്ട് 2 പാണ്ടികളെ പോലെ ഉണ്ടല്ലോ അവന്മാര്. ശരിയാണല്ലോ സാറേ. നോക്കണ്ടോ നേരെ നടന്നു. എവിടെ പോണ്? സാർ അവിടെ പണിയുണ്ട്. എവിടെ? ഇവിടെ അടുത്താ. ആ എന്താ അതിൻ്റെ അകത്ത്? ഒരു പണി സാറേ. എവിടെയാ വീട്? ഞങ്ങളിവിടെ അടുത്താ. ഇവനെന്താ പാണ്ടിയാണോ? അല്ല സാറേ, മലയാളിയാ. ആ ഇവിടെ കിടന്ന് കൂടുതൽ ഇറങ്ങണ്ട, വിട്ടോ. വണ്ടി എടുക്കടോ. സാറേ വീട്ടിലേക്കല്ലേ? ആ ശരി സാർ. എന്നാ വിട്ടോ. ആ നാളെ കാണാം. ഓക്കെ സാർ. ആ, അച്ഛന്റെ മോളെ വാ. എവിടെ ആ ശിവ, നിങ്ങളിപ്പോ എത്തി? ഞങ്ങൾ ഉച്ച കഴിഞ്ഞപ്പോ എത്തിയതാ. ഇവിടെ മൊത്തം അലങ്കോലമായിട്ട് കിടക്കുമായിരുന്നു. പിന്നെ ഞാനും അരിമോളും ചേർന്നാണ് ഒന്ന് അടക്കി ഒതുക്കി വെച്ചത് അല്ലേ? ആണോ? ഞാൻ ഒരുത്തനെ ഏർപ്പാടാക്കിയതാണല്ലോ. ആഹാ, അവന്മാർ ഇത്ര നേരിട്ട് വന്നില്ലേ? അവനൊന്ന് വിളിച്ചോട്ടെ. ഇനി ആരെയും വിളിക്കാൻ നിൽക്കണ്ട. ഓ ഞാൻ വന്നപ്പോ തുറന്നാ കിടക്കണ്ടായിരുന്നേ. ശിവയ്ക്ക് അറിയാലോ ആര് ചെയ്താലും എനിക്ക് തൃപ്തിയാവില്ല എന്നുള്ളത്. അതൊക്കെ പോട്ടെ, എങ്ങനെയുണ്ട് പുതിയ സ്റ്റേഷൻ? അതൊക്കെ പറയാം. നീ അതേ ഇവിടെ ഒന്ന് പിടിച്ച്. അച്ഛ പോയി കുളിച്ചിട്ട് വരട്ടെ? ഓക്കെ. ഞാൻ ചായ എടുക്കാം. ആ ആ അരിമോളെ, മോളെ. രണ്ടു ദിവസം എവിടെ തങ്ങി? ദേ ഇവിടെ ക്വാർട്ടേഴ്സില്. പിന്നെ ഫുഡൊക്കെ പുറത്തുനിന്നായിരുന്നു. അത് മോൻ കണ്ടാ മനസ്സിലാവുന്നുണ്ട് ഉറക്കൊന്നും ശരിയായിട്ടില്ല എന്നുള്ളത്. അതൊക്കെ പോട്ടെ, പുതിയ സ്ഥലം എങ്ങനെയുണ്ട്? ഓ അതൊന്നും പറയണ്ടടോ. സ്റ്റേഷനാണെങ്കിൽ പരമ ബോറ്. പിന്നെ സ്ഥലം കൊള്ളാം. നല്ല വായു, കാട്, പുഴ, മൊത്തത്തിൽ പ്രകൃതി രമണീയമായ സ്ഥലം. ആഹാ, നമുക്ക് ഈ സ്ഥലമൊക്കെ ഒന്ന് കറങ്ങാൻ പോയല്ലോ ശിവ. ജോലിയിൽ ആത്മാർത്ഥത തുടങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും സ്ഥലം മാറേണ്ടി വരും. അതിനുമ്പ് ഈ നാടൊക്കെ ഒന്ന് കാണണം. പിന്നെ ആര്യമോളി പറയുന്നൊന്നും കേൾക്കുന്നില്ലേ? അച്ഛൻ്റെ കൂടെ കറങ്ങാൻ പോണ്ടേ? പോണ്ടേ? ആ ദേ കഴിക്ക്. മോളെ, അരിമോള് കഴിച്ചേ? മിടുക്കി. മുഴുവൻ കഴിക്കണേ.